രേണുസുതിക്കെതിരെ ആരോപണങ്ങളുമായ റിയാക്ഷൻ വീഡിയോകളുടെ ശ്രദ്ധേയനായ യൂട്യൂബർ ഷഫീന ബീവി രംഗത്ത് വന്നിരുന്നു. സുതലയം വീടിനെ കുറ്റപ്പെടുത്തി നിരന്തരം രേണു മീഡിയകളിൽ സംസാരിക്കുന്നതിനെ ഷഫീന വിമർശിച്ചുമിരുന്നു. ആ റിയാക്ഷൻ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട രേണു ഷഫീനയ്ക്ക് മറുപടിയുമായി എത്തിയിരുന്നു. എന്റെ പല്ലിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ റെസ്റ്റിലാണ്, വായ തുറക്കാൻ വയ്യ. എങ്കിലും ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഷഫീൻ എന്നെക്കുറിച്ച് പറയുന്നത് നിർത്താറായില്ലേ? നിന്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ടെന്ന് കരുതേണ്ട, ഞാൻ ഒരിക്കലും കാണാൻ പോകുന്നില്ല. ഇന്ന് ഞാൻ വെറുതെ ഫേസ്ബുക്കിൽ കയറിയപ്പോഴാണ് ഇത് കാണാൻ ഇടയായതും. ഞാൻ കാണാനാണ് വീഡിയോ ഇടുന്നതെങ്കിൽ ഇനി ഇടേണ്ടതില്ല, ഞാൻ കാണാനും പോകുന്നില്ല. നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നെ നെഗറ്റീവ് അടിക്കുന്ന കുറെ മരവാഴകളല്ലേ, അവർ കാണാൻ വേണ്ടി ഇട്ടോളൂ. രേണുസുതി നിന്റെ ഒരു വീഡിയോയും കാണാൻ പോകുന്നില്ല. ഷഫീനയ്ക്ക് ഞാൻ അവസാനമായി കൊടുക്കുന്ന റിപ്ലൈ ആണ് ഇതെന്നാണ് രേണു പറഞ്ഞത്. രേണുവിന്റെ പ്രതികരണം ശ്രദ്ധയിൽപ്പെട്ട ഷഫീന രേണുവിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്ത് വന്നു. കൊടും ക്രിമിനൽ എന്നാണ് രേണുവിനെ ഷഫീന വിശേഷിപ്പിച്ചത്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാനാണ് ഈ വീഡിയോ. എന്നെ നാണം കെട്ടവളെ എന്ന് വിളിക്കാൻ ഞാൻ രേണുവിനെ പോലെ ഭർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവിഹിത ബന്ധത്തിന് പോകുകയോ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനോട് പ്രേമം അഭിനയിച്ച് അവൾക്കൊപ്പം ഒളിച്ചോടിയിട്ടോ ഇല്ല. കൊച്ചിനെ ഉണ്ടാക്കിയിട്ടുമില്ല. ഞാൻ വിവാഹം കഴിച്ച സമയത്ത് എൻ്റെ ഭർത്താക്കന്മാർ സിംഗിൾ ആയിരുന്നു. ഞാൻ അവരെ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് മറ്റൊരു ഭാര്യയില്ലായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഗർഭചിത്രം നടത്തിയിട്ടില്ല. ഞാൻ നിന്നെപ്പോലെ ഒരു കൊടും ക്രിമിനലല്ല. വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊന്നുകളയാൻ മാത്രം എനിക്ക് ഭ്രാന്തില്ല. നീ അത് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സ്ത്രീകൾ ഒന്നടങ്കം അത് ചെയ്യുന്നുണ്ട് എന്ന നരേഷനും കൊണ്ടുവന്നയാളാണ് രേണു. എനിക്ക് ഞാൻ ഉണ്ടാക്കിയ സ്വന്തം വീടുണ്ട്. നാട്ടുകാരുടെ ഭിക്ഷയിലല്ല ഞാൻ ജീവിക്കുന്നത്. എൻ്റെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും ഞാൻ സമ്പാദിച്ചു വാങ്ങിയതാണ്. അഭിമാനം ഉള്ളതുകൊണ്ടാണ് വാടകയ്ക്ക് വീടെടുത്ത് അധ്വാനിച്ച് പണം കൊടുത്ത് താമസിക്കുന്നത്. പൊക്കിൾ കാണിച്ചിട്ട് പണം ഉണ്ടാക്കേണ്ട സ്ഥിതി എനിക്കില്ല. ഭർത്താവ് മരിച്ചിട്ട് അധികം നാൾ പിന്നീടും മുൻപ് ഞാൻ മേക്കപ്പ് ഇട്ട് ഇറങ്ങിയിട്ടുമില്ല. നാട്ടുകാരുടെ ഭിക്ഷയിലല്ല എൻ്റെ മക്കൾ ഭക്ഷണം കഴിക്കുന്നത്. നാട്ടുകാരുടെ ഭിക്ഷ വാങ്ങേണ്ടി വന്നിട്ടുമില്ല. മറ്റു മതവിശ്വാസങ്ങളിലേക്ക് ചാടിക്കയറി അവരെ വലിപ്പിച്ച് പൈസ വാങ്ങിയിട്ട് അവരുടെ ബിഷപ്പിനെ ചീത്ത വിളിക്കാൻ മാത്രം ഭ്രാന്ത് എനിക്കില്ല. നാട്ടുകാരുടെ മുന്നിൽ മാനിയാകാൻ രേണു ഗർഭചിത്രം നടത്തി എന്നുമാണ് ഷഫീന രേണുവിനെതിരെ പ്രതികരിച്ച് പറഞ്ഞത്. രേണുവിന്റെ രണ്ടാം വിവാഹമായിരുന്നു കൊല്ലം സുധിയുമായി നടന്നത്. ആദ്യ വിവാഹത്തെക്കുറിച്ച് രേണു തന്നെ പല തവണ തുറന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു. എല്ലാ കാര്യങ്ങളും സുധിച്ചേട്ടനും വീട്ടുകാർക്കും അറിയാമായിരുന്നു എന്നും ആദ്യ വിവാഹ ജീവിതം അധികം നാൾ ഉണ്ടായിരുന്നില്ലെന്നാണ് രേണു പറയുന്നത്. അതേസമയം രേണു പ്രണയത്തിലാണെന്നും മൂന്നാം വിവാഹം ഉണ്ടാകും എന്ന തരത്തിലും പ്രചാരണങ്ങളും ഉണ്ട്.